ആര്യ ഇപ്പം ഇത്തവണത്തെ ഭരണം പിടിക്കുമെന്ന് BJP പറയുന്നുണ്ട്, തിരിച്ചുവരവ് നടത്തുന്ന UDF പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഭരണം LDF-ന് നഷ്ടമാകുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി ഇപ്പൊ ആര്യക്കുണ്ടോ? അല്ല, LDF-ന് അത് നഷ്ടമാകും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം. അതെ അതെ, അത്രേ ഉള്ളൂ. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. LDF-നെ എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ് ഈ തിരുവനന്തപുരം ജനത എന്ന് പറയുന്നത്. ഇപ്പൊ BJP-യും UDF-ഉം ഒക്കെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളും തെറ്റായ പ്രചരണങ്ങളും ഒക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. എനിക്കൊന്ന് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ നഷ്ടപ്പെടുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. അങ്ങനെ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വന്നു. നമ്മൾ ശരിക്കും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏതാണ്ട് 20-25 വർഷമായി BJP അവരുടെ ഒരു കുത്തക സീറ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരു സീറ്റ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് 55 ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിനില അതിൽ നിന്ന് 56 വന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഈ പ്രചരണമൊക്കെ അവർ അപ്പോഴും നടത്തിയിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വളരെ കൂളായി ഇപ്പം നമ്മളെയൊക്കെ പറ്റി പല നേതാക്കളും BJP-യിലെ നേതാക്കളും അല്ലാത്തവരും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ ഒരു പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാൻ അതിലൊന്നും വറീഡാവാത്തത്, എന്റെ പ്രസ്ഥാനം വറീഡാവാത്തത് ഇതിനേക്കാൾ വലിയ പ്രചരണം ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഒരു ഇതും കാണിക്കാതെ ഈ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞാണ് കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും വെള്ളാർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നഗരസഭയോടൊപ്പം ചേർന്ന് നിന്നത്. ആ വിജയം ജനങ്ങൾ നമുക്ക് നേടിത്തരുമ്പോൾ ഇനി വരാൻ പോകുന്ന തുടർന്നുള്ള ഭരണസമിതിക്കുള്ള അംഗീകാരം അത് മുൻകൂട്ടി ഞങ്ങളിപ്പോ തരികയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ വിജയിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിക്കൊടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊരു വെല്ലുവിളിയൊന്നുമല്ല, പക്ഷെ ജനങ്ങൾ ആ ബോധ്യം ജനങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.